നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അമേരിക്ക ഇറാൻ അറ്റാക്ക് ചെയ്യുമോ? ലോകം മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ട്രംപ് സർവശക്തിയോടെ ഇറാൻ ആക്രമിക്കുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ട്രംപ് മുന്നോട്ട് വരുന്നു, പുറകോട്ട് പോകുന്നു, വീണ്ടും മുന്നോട്ട് വരുന്നു. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമാക്കി പറയാം, എൻ്റെ അനാലിസിസിൽ മനസ്സിലായതാണ്. അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വേണമെങ്കിലും വേണ്ടെങ്കിലും അവർക്ക് ആക്രമിച്ചേ പറ്റൂ. ഇറാന് ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളും ഈസ് ഓർഗനൈസിങ് അവരുടെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ എബ്രാഹിം ലിങ്കൻ വരികയാണ് അറേബ്യൻ കടലിലേക്ക്. ഒക്കെ അവരുടെ ഡിയാഗോ ഗാർസിയ ഇന്ത്യൻ ഓഷ്യനിലെ ഹബ്ബായി മാറിയ ബോംബർ ഹബ്ബ് ഇസ്രായേൽ ഒരുങ്ങുന്നു. മിഡിൽ ഈസ്റ്റിൽ അവരുടെ മറ്റ് സഖ്യകക്ഷികൾ ഒരുങ്ങുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള വിമാനവാഹിനികൾ വരുന്നു. ദേ ആർ ഡൂയിങ് എ ബിഗ് പ്രിപ്പറേഷൻസ്. എന്തിനാണ് ഈ പ്രിപ്പറേഷൻസ്? ഇറാൻ ആക്രമിക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുമായിരിക്കും ഒരു പേര്, അതായത് കുറെ ബോംബിട്ട് തിരിച്ചു പോവുക അല്ല. അമേരിക്ക നടത്തുന്ന പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന് ശേഷമുള്ള അരാജകത്വം ഒഴിവാക്കുക. എന്താണ് ഈ രാജകത്വം? നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ അരാജകത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മീഡിയാസ് പറയുന്ന പോലെ ഇസ്രായേലിലേക്ക് പോകുന്ന മിസൈൽസ് അല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ ഭീഷണി അല്ലെങ്കിൽ പേടി സ്വപ്നം. വേറെ പലതുണ്ട്. എന്താ അറിയാവോ? സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടയ്ക്കും. ഇറാൻ മുറിവേറ്റ സിംഹമാണ്. ഓക്കെ, ഇറാന്റെ കയ്യിൽ ഒരു പക്ഷേ വലിയ F-35 F-16കളോ അല്ലെങ്കിൽ വലിയ ജാമറുകളോ എയർ ഡിഫൻസോ ഇല്ലായിരിക്കാം. പക്ഷേ സ്റ്റേറ്റ് ഓഫ് ഹോർമസ് അടയ്ക്കണമെങ്കിൽ ഇറാൻ അടയ്ക്കാം. 10 മൈൻ സ്ഥാപിച്ചാൽ മതി. അവർക്ക് ഡ്രോൺസ് ഉണ്ട്, സബ്മറീൻസ് ഉണ്ട്, സൂയിസൈഡ് ടാസ്കുകളുണ്ട്, മിസൈലുകളുണ്ട്. അവർക്ക് അടയ്ക്കാൻ സാധിക്കും. ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമസ് അടച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അമേരിക്കയെ വെറുക്കും. കാരണം ജീവനാഡിയാണ്, എണ്ണ വ്യാപാരമാണ്. ആ എണ്ണ വരവ് നിന്നാൽ ലോകം മുഴുവൻ, ഏഷ്യ, ഗൾഫ്, യൂറോപ്പ്, ചൈന എല്ലാവരും അമേരിക്കയുടെ എതിരാവും. അമേരിക്ക അറിയാം. അതുകൊണ്ട് ഈ പ്രിപ്പറേഷൻസ് മുഴുവൻ അരാജകത്വം, അതിനുശേഷം ഇറാൻ ചെയ്യാൻ പോകുന്ന റെസ്പോൺസിനെ തടുക്കുക. ഇറാൻ എവിടെയും പോകാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇറാൻ ഈ പറയുന്ന ഭരണകൂടങ്ങൾ, മുറിവേറ്റ ഭരണകൂടങ്ങൾ ഒരിക്കലും എവിടെയും പോകില്ല. തിരിച്ചടിക്കാൻ ശ്രമിക്കും. കാരണം തിരിച്ചടിച്ചില്ലെങ്കിൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് സർവൈവൽ. അവർക്ക് ഇനിയും ഒരു പക്ഷെ ബങ്കറിൽ പോയി ഒളിച്ചിരുന്നാൽ ഇല്ലാതായി പോകും രാജ്യം. തിരിച്ചടിക്കും. കാരണം ഇസ്രായേൽ ശ്രമിക്കും. അവർ പറയുന്നു 5-7 ദിവസം പ്രിപ്പറേഷൻസ് അവർക്ക് വേണം. നമ്മൾ കണ്ടതാണ്, ജൂണിൽ ഏകദേശം 10-35ഓളം പേർ മരിച്ചു പോയിരിക്കുന്നു. കുറെ മിസൈൽസ് ഉള്ളിലേക്ക് പോയിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളെയും ഭസ്മമാക്കാനുള്ള കരുത്തുണ്ട് ഇന്ന് ഇറാന്. സത്യമായ കാര്യമാണ്. ഇവർ പറയുന്ന പോലെയല്ല, ഇറാന്റെ കയ്യിൽ ഇതുണ്ട്. പക്ഷേ ഇറാനിലെ സിസ്റ്റം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും IRGC ആണ്, സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. ഇക്കോണമി കൊളാപ്സ്ഡ് ആണ്, പക്ഷെ ഫ്രീസ് ആയിട്ടില്ല. സ്ട്രീറ്റിലെ ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഇറാനിലെ എന്താ പറയുന്നത്, ഒരൊറ്റ നേതാവില്ല, പ്രതിപക്ഷ പാർട്ടിയില്ല, അങ്ങനെ ഒന്നും ഒരു പ്രസ്ഥാനവും നേതാവൊന്നും ഇല്ല. സൂമിലാണ് അവർക്കൊരു നേതാവുള്ളൂ. എന്തൊരു പേരുള്ള ഒരുത്തരുണ്ടല്ലോ, ആരോ ആയിക്കോട്ടെ. അപ്പൊ അവർക്ക് നേതാവും കോപ്പൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇറാനെ ഫ്രാക്ചർ ചെയ്യിപ്പിക്കാം. ഈ പറയുന്ന പ്രൊട്ടസ്റ്റ് കൊണ്ടും റെജീം വീഴില്ല എന്ന് വളരെ വ്യക്തമായി അമേരിക്ക അറിയാം. ഓക്കെ, ഇതൊരു ക്രെഡിബിൾ ഇഷ്യൂ ആയി മാറിയിരിക്കുക ട്രംപിന്. കാരണം ട്രംപ് പറയുന്ന ഒരൊറ്റ ഗുണ്ട, ഞാൻ മാത്രം മതി, ഈ സ്റ്റേഷൻ പരിധിയിൽ ഞാൻ മാത്രം മതി. അപ്പോൾ ഇറാനെ അടിച്ചില്ലെങ്കിൽ ട്രംപിന്റെ ക്രെഡിബിൾ ഇഷ്യൂ ആയിട്ട് മാറും. അതാണ് ഞാൻ പറയുന്നത്. അതായത് അടിച്ചാലും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആക്രമിച്ചേ പറ്റൂ. ഒരു ചെറിയ അറ്റാക്ക് അതുപോലും അമേരിക്കയെ സന്തോഷപ്പെടുത്തില്ല. അമേരിക്ക ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫ്രാക്ചർ ആക്കുക, സെൻഡ് എ മെസ്സേജ് ടു എല്ലാവർക്കും. അതായത് യൂറോപ്പ്, ഗ്രീൻലാൻഡ്, റഷ്യ, ചൈന, എല്ലാവിധ ഉദ്ദേശങ്ങൾക്കും, എല്ലാവിധ ഈവിൾ ആക്സസ് അവർ വിളിക്കുന്ന എല്ലാവർക്കും മെസ്സേജ് കൊടുക്കുക. കടുത്ത പ്രിപ്പറേഷൻസിനാണ്. ഒരു പക്ഷേ ഈ പറയുന്ന എബ്രാഹിം ലിങ്കനെ ഇറാൻ എവിടെ പോകാൻ പോകുന്നില്ല. മനസ്സിലാക്കി, ഇറാന്റെ കയ്യിൽ അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, പക്ഷേ ഇറാന്റെ ഒരു പ്രശ്നമുണ്ട്. ഇറാനും വലിയ 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 അസറ്റുകളൊന്നും കൂടിയില്ല. സിറിയ, ഗാസ, ഹസ്ബുള്ള എല്ലാവരും പോയിരിക്കുകയാണ്. പക്ഷേ അവർക്ക് പ്രൈഡ്, അവരുടെ അഭിമാനമാണ് ഇപ്പോൾ അവർ മുറുകെ പിടിക്കുന്നത്. കാരണം അഭിമാനം വെച്ചും അവർക്ക് എങ്ങനെയെങ്കിലും ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്
അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ മറ്റേ ജൂണിലെ പോലെ ഒരു പ്രദർശിപ്പിക്കാനുള്ള അതായത് ഖത്തറിലേക്ക് ഒരു മിസൈൽ വിട്ടില്ലേ, അതുപോലെ ആയിരിക്കില്ല എന്ന് വളരെ ഉറപ്പുണ്ട് അമേരിക്കയ്ക്ക്. അതുകൊണ്ട് അമേരിക്ക സമയം ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും അടിച്ചേനെ. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണല്ലോ, വെറുതെ അവരൊരു മിസൈൽ വിട്ടു, ദോഹ അൽ ഉബൈദിലേക്ക് അവസാനിപ്പിച്ചു. ഇപ്രാവശ്യം അങ്ങനെയായിരിക്കില്ല, ഇത് അവസാന സർവൈവലാണ് ഇറാന്. ഇനി ഒരു അടി അവർക്ക് താങ്ങാൻ സാധിക്കില്ല, അവർക്ക് വളരെ വ്യക്തമാക്കറിയാം. അങ്ങനെ വന്നാൽ അവസാന ആയുധം വരെ പുറത്തെടുക്കാൻ തയ്യാറാണ് ഇറാൻ. അതുകൊണ്ടാണ് മാസീവായിട്ടുള്ള പ്രിപ്പറേഷൻസ് നടക്കുകയാണ് അറേബ്യൻ സീല്. ചില്ലറ സംഭവമല്ല. ഹോപ്പ്ഫുള്ളി ഈ എണ്ണം ഒഴിവാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാ ഭാഗത്തോടും യുദ്ധം ഒരിക്കലും നല്ലതല്ല. എന്നാൽ പോലും ഇതൊരു ക്രെഡിബിൾ ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ്. പ്രിപ്പറേഷൻസ് കാണുമ്പോൾ നമ്മൾ പേടിക്കുന്നു. എന്തായിത്തീരുമെന്ന് കണ്ടിരുന്ന് കാണാം. പക്ഷേ കാത്തിരുന്ന് കാണാം.